4 നന്മകൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഈ പറയുന്ന 4 നന്മകൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താൽ ചെറുപ്പക്കാരാ സാരമായി തള്ളിക്കളയല്ലേ പൊന്നുമോനെ. ഇതായിരുന്നോ ഉസ്താദ്, ഇതായിരുന്നോ എന്ന് ചിന്തിക്കരുത്. ഈ പറയുന്ന 4 നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, മനോഹരമാണടാ പൊന്നുമോനെ. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, ഒരാളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത, ഒരാൾക്കും വർണ്ണിക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. മഹാനായ തലബ ഉസ്താദ് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തൊഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരമുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. സ്വർഗത്തെ കുറിച്ച് തഴവ ഉസ്താദ് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം. മക്കളെ, അവിടെ പ്രായമുള്ളവരില്ല, അവിടെ കുട്ടികളില്ല, അവിടെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിയർപ്പില്ല, മലമൂത്ര വിസർജനമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും 33 വയസ്സ്, ആണിനും പെണ്ണിനും 33 വയസ്സ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യൂസുഫ് നബിയുടെ ഗ്ലാമറ എല്ലാവർക്കും ഒരേ സൗന്ദര്യം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം. അവിടെ കള്ളിന്റെ ആറുണ്ട്, അവിടെ കള്ളിന്റെ ആറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, തേനിന്റെ പുഴകളുണ്ട്. ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ആ മനോഹരമായ സ്വർഗത്തിലേക്ക് പോകണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, അങ്ങോട്ടുള്ള പോക്ക് അത്ര എളുപ്പമല്ല. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ആ സ്വർഗത്തിലേക്ക് ഓസിന് കയറി പോകാൻ പറ്റൂല. സ്വർഗമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ആ ഒരു വലിപ്പവും സ്വർഗത്തിന്റെ അനുഗ്രഹം എത്ര വലുതാണെന്ന് അറിയണമെങ്കിൽ ഇന്ന് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാരുണ്ട്. നമ്മൾ പഠിക്കുന്നവരാ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്ന 2 പ്രവാചകന്മാർ. ഒന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, 2 ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ പ്രവാചകന്മാര് സ്വർഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈസാ നബി സ്വർഗത്തിൽ പോയതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും കഥയറിയാം, നമുക്ക് ചരിത്രമറിയാം. എങ്ങനെയാണ് ഈസാ നബി സ്വർഗത്തിൽ പോയത് എങ്കിൽ ഇദ്രീസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ സ്വർഗത്തിൽ താമസിക്കുന്നുണ്ട്. എങ്ങനെയാ കടന്നു പോയതെന്നറിയോ? മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. സ്വർഗം എന്താണെന്ന് അറിയണമെങ്കിൽ ഇദ്രീസ് നബിയുടെ ചരിത്രം വായിച്ചാൽ മതി. അവിടെ നിന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാനൊരു കഥ പറഞ്ഞു തരാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്രായിൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാണ്. അസ്രായിൽ അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാ. ഇടയ്ക്കിടയ്ക്കൊക്കെ അസ്രായിൽ ഇങ്ങനെ കാണാൻ വരുന്നവരുണ്ട്. അങ്ങനെ ബന്ധം കൂടി കഴിഞ്ഞാൽ അങ്ങനെ കാണാനൊക്കെ വരും. അള്ളാഹു നമുക്കും കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആരെ കാണാൻ? ആരെ കാണാൻ? ആമീൻ പറഞ്ഞില്ല. ആരെ കാണാൻ? എന്താ പ്രസിഡന്റ്? ആരെ കാണാൻ? അസ്രായിലിനെ കാണാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ആലോചിക്ക, പൊക്കണോ വേണ്ടയോന്ന്. നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ ആ ചങ്ങാതി നിന്നെ പൊക്കിയിരിക്കും, ഉറപ്പാ. നിനക്ക് നീ കൈ പൊക്കുകയോ പൊക്കാതിരിക്കുകയോ ചെയ്തോ, പക്ഷെ നിന്നെ പൊക്കും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലൈവായിട്ട് നമ്മൾ കാണും. ആ സ്ക്രീനിൽ കാണുന്നത് പോലെ വളരെ ലൈവായി കാണും. ലൈവായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും വിചാരിക്കുന്നത് ഈ അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ മാത്രമേ വരൂന്ന.
അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ മാത്രമേ വരൂ എന്നൊരു ധാരണയുണ്ട്. കാണണമെങ്കിൽ നാളെ രാവിലെയും കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറയണില്ല. ഇദ്രീസ് നബിയും അസ്രായിൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരായി. അങ്ങനെ ഫ്രണ്ട്സുകളായപ്പോ ഇദ്രീസ് നബി അലൈഹിസ്സലാം ചോദിച്ചു, അസ്രായിലെ മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് പറയുന്നു. മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് പറയുന്നു. ആ മരണവേദന എന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ മരണവേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ട് എന്റെ റൂഹൊന്ന് പിടിക്കണം, എന്നിട്ട് തിരിച്ചു തന്നു കഴിഞ്ഞാൽ ആ മരണവേദന എന്താണെന്ന് എനിക്കറിയാമല്ലോ. അപ്പം മരണത്തിന് വേണ്ടി ഒരുങ്ങാമല്ലോ. എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരുമോ? ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം വല്ലാത്തതായിരുന്നു. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് റബ്ബിന്റെ കയ്യിലിരിക്കണ കാര്യമാ. എങ്കിലും തന്റെ കൂട്ടുകാരനായ പ്രവാചകൻ പറഞ്ഞതല്ലേ. അങ്ങനെ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അനുവാദം കൊടുത്തു. ഇദ്രീസ് നബിയുടെ റൂഹ് പിടിക്കണം. റൂഹ് പിടിച്ചതിന് ശേഷം ജീവൻ തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിച്ചു, ജീവൻ തിരിച്ചു കൊടുത്തു. അസ്രായിൽ അലൈഹിസ്സലാം ചോദിച്ചു, എങ്ങനെയുണ്ട്? പടച്ചവനെ, വല്ലാത്ത കഠിനാട്ടാ. അവിടുന്ന് പറഞ്ഞു, ഇതൊരിക്കലും താങ്ങാൻ പറ്റിയ ഒരു മനുഷ്യനും വല്ലാത്ത വേദനയാണ്. അങ്ങനെ ഒന്നാമത്തെ ആഗ്രഹം സാധിച്ചു. കുറെ നാള് കഴിഞ്ഞപ്പോ ഇദ്രീസ് നബി അലൈഹിസ്സലാം പിന്നീട് ഒരിക്കൽ കാണാൻ വന്നപ്പോ ചോദിച്ചു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? അല്ലാഹുവിന്റെ ഭയാനകമായ നരകം, 3000 കൊല്ലം കത്തിച്ച് കളറ് പോലും മാറിപ്പോയ ആ ഭയാനകമായ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഒന്നിങ്ങനെ കൊണ്ടുപോയത് കാണിച്ചു തന്നാ മതി. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ആഗ്രഹമല്ലേ. അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തു. ഇദ്രീസ് നബിയെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു, തിരിച്ചു കൊണ്ടുവിട്ടു. ഇദ്രീസ് നബിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? അള്ളാഹു ആലം, പടച്ചവനെ, ഭയാനകം. ഈ നരകമെങ്ങാണം ഒരു മനുഷ്യൻ കണ്ടിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്തുമായിരിക്കും അവന്റെ ജീവിതം. അങ്ങനെ രണ്ടാമത്തെ ആഗ്രഹവും സാധിച്ചു. മൂന്നാമത് ഇദ്രീസ് നബി അലൈഹിസ്സലാം അസ്രായിൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോ പറഞ്ഞു, ഇനി ഒരാഗ്രഹം കൂടെ ഉള്ളൂ, നീ പറ്റില്ല എന്ന് പറയരുത്. ഇനി എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം കൂടെ ഉണ്ട്, സാധിച്ചു തന്നേ പറ്റൂ. അപ്പൊ ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. എന്തേ? അസ്രായിൽ ചോദിച്ചു, എന്തേ? അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം എനിക്കൊന്ന് കാണണം. എനിക്ക് സ്വർഗമൊന്ന് കാണണം. അതും അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ അസ്രായിൽ അലൈഹിസ്സലാം ഇദ്രീസ് നബിയെ സ്വർഗത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, ഈ കാണുന്നതാണ് സ്വർഗം. ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വരണം, എനിക്ക് കയറി വരാൻ കഴിയില്ല. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു. സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു. ഇദ്രീസ് നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുകയാ. അരുവികളും തോട്ടങ്ങളും പഴങ്ങളും പദവികളും, അങ്ങനെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് 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 നടക്കുകയാ. അസ്രായിൽ അലൈഹിസ്സലാം വെളിയിൽ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. ഇദ്രീസ് നബി സ്വർഗത്തിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്നില്ല. അള്ളാഹുവിന്റെ സ്വർഗം കണ്ടു കഴിഞ്ഞപ്പോ ഇദ്രീസ് നബി പുറത്തേക്ക് ഇറങ്ങി വരണില്ല. അസ്രായിൽ അലൈഹിസ്സലാം ഇങ്ങനെ കാത്തു നിന്ന് കാണാതെ വന്നപ്പോ അവസാനം പറഞ്ഞു, ചങ്ങാതി, ഇങ്ങോട്ട് ഇറങ്ങി വാ, നിങ്ങൾ കയറിപ്പോയതല്ലേ വരാന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി വരാത്ത. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഇറങ്ങി വരൂല. ഇനി ഈ സ്വർഗത്തിന്റെ അകത്ത് നിന്ന് ഞാൻ ഇറങ്ങി വരൂല. ഇനി എന്നെ അള്ളാഹ് ഇറക്കി വിടണം. അള്ളാഹു ഇറക്കി വിടാതെ ഞാൻ ഇനി പുറത്തേക്കില്ല. പടച്ചവന് രണ്ടുപേരും തമ്മിൽ തർക്കമായി. അസ്രായിൽ അലൈഹിസ്സലാമും ഇദ്രീസ് നബിയും തമ്മിൽ തർക്കമായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു, മസ്ലഹത്തിന് വേണ്ടി. അതാണ്, അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, എങ്കിലും നമുക്ക് പഠിക്കാൻ. അങ്ങനെ ഒരു മലക്ക് ഇറങ്ങി വന്നു. അസ്രായിൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ ചങ്ങായി പറഞ്ഞു, ഈ ചങ്ങായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേറിപ്പോയതാപ്പാ, ഇപ്പൊ ഇറങ്ങിയൊന്നും വരണില്ല, എന്താപ്പാ? കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ മലക്ക് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, എന്തേ നബിയെ നിങ്ങൾ ഇറങ്ങി പോകാത്തെ? ആ സമയത്ത് ഇദ്രീസ് നബി പറഞ്ഞ 3 മറുപടികളാ പരിശുദ്ധമായ ഖുർആൻ അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അസ്രായിൽ അലൈഹിസ്സലാം ഇദ്രീസ് നബി അലൈഹിസ്സലാം ആ മലക്കിനോട് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ മറുപടി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ അവിടെ നിന്ന് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. ഇദ്രീസ് നബി പറഞ്ഞ മറുപടി അള്ളാഹു പറയുന്നുണ്ട്, ലോകത്ത് കടന്നു വന്ന എല്ലാവരും മരണത്തിന്റെ വേദന അനുഭവിക്കും. മരണത്തിന്റെ രുചി എന്താണെന്ന് ലോകത്ത് കടന്നു വന്ന എല്ലാവരും അനുഭവിക്കും. ഒരാൾക്കൊരു മരണമല്ലേ ഉള്ളൂ. ഒരാൾക്കൊരു മരണമല്ലേ ഉള്ളൂ.
അതുകൊണ്ട് മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് മരിക്കാൻ വയ്യ. രണ്ടാമതായിട്ട് പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണും. ഞാനും കാണും, നിങ്ങളും കാണും. എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണും. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നരകം കണ്ടു. മൂന്നാമതായി പറഞ്ഞ മറുപടി, ഒരാള് സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അവിടെ നിന്ന് ഇറക്കി വിടില്ല. അതുകൊണ്ട് ഇനി പടച്ച റബ്ബ് എന്നെ ഇറക്കി വിടാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂല. അവസാനം അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞു അത്രേ, ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്കാൻ. അങ്ങനെയാണ് അവിടെ കയറി പറ്റിയത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പ്രവാചകൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാതെ പോയി. അതാണ് സ്വർഗം. ആ സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. ആ സ്വർഗമാണ് അല്ലാഹുവിന്റെ പ്രവാചകനും പറഞ്ഞത് നിങ്ങൾ ചോദിക്കുവാൻ. ആ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ. ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ വെടിഞ്ഞ മഖാമിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, 4 ദിക്റുകൾ പറഞ്ഞാൽ നമ്മുടെ നാവിന്റെ തുമ്പിൽ എപ്പോഴും പറയുന്ന 4 വാചകങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരും എല്ലാ സമയങ്ങളും പറയുന്ന 4 ദിക്റുകളുണ്ടല്ലോ. ആ ഒരു 4 വാചകങ്ങൾ ആരെങ്കിലും പറഞ്ഞാ അവന് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തില് 100ാമത്തെ പദവിയായ പ്രവാചകന്മാരും ശുഹദാക്കളും ബദരീങ്ങളും സ്വഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമുമാരും ഔലിയാക്കന്മാരും സയ്യിദന്മാരും പണ്ഡിതന്മാരും ഹാഫിദീങ്ങളും ആലിമീങ്ങളും ആബിദീങ്ങളും അല്ലാഹു ഇഷ്ടപ്പെട്ടവർ കിടക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു അവസരം നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഏതാണ് ആ 4 വാചകമെന്നറിയുവോ? അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാ. ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. ആ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ട 4 വാക്കുകളാ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മനുഷ്യ നിങ്ങളത് പഠിച്ചു വെക്കണേ. പ്രവാചകൻ അവിടുന്ന് 4 വാചകങ്ങൾ പറഞ്ഞു തരികയാണ്. അത് പടച്ചറപ്പിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. അത് അല്ലാഹുവിന് പറയുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. അത് പറയുന്നവരെ പടച്ചവന് വല്ലാത്ത സ്നേഹമാണ്. ആ 4 വാചകങ്ങൾ നിങ്ങൾ മറക്കല്ലേ, അതിന് സാരമായി കാണല്ലോ. അത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മുറുകെ പിടിക്കണേ. പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ആ 4 വാചകങ്ങൾ ഏതെന്നറിയുമോ? പഠിക്കണേ ഉമ്മ. അല്ലാഹു തന്ന നാവ് കൊണ്ട് ആവശ്യമില്ലാത്തത് പറയുന്നവര്, മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ഈ 4 വാചകങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇത് അല്ലാഹു തന്ന നാവ് കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. നിങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതാണ് നബിയേ ആ 4 വാചകങ്ങൾ ഏതാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഈ പറയുന്ന 4 വാചകങ്ങളുണ്ടല്ലോ, ദിക്റുകളുണ്ടല്ലോ. ഈ ദിക്റ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്തു പിരിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ
അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ, അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ ഏതെന്നറിയുമോ? അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ 4 വാചകങ്ങൾ ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 വാചകങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ അള്ളാഹുവിന് മാത്രം ഇഷ്ടപ്പെട്ടതല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅതു അലൈഹി ശംസു. അല്ലാഹുവിന്റെ പ്രവാചകനും വല്ലാതെ ഇഷ്ടപ്പെട്ട വാചകങ്ങളാ, അല്ലാഹുവിന്റെ റസൂലിനും വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ ഖുർആനിലെ വാചകങ്ങളാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങളാണ്, അല്ലാഹുവിന്റെ റസൂലിനും വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. ഇത് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി ശജറത്തിൻ യാബിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ഈ 4 വാചകങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇലകളെല്ലാം ഉണങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ്, ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ്. ആ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ, ഈ 4 വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന ദിക്റാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ 4 വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ, കണ്ണുകുടിച്ചവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, പലിശ തിന്നവരുണ്ടല്ലോ, പഠിച്ചവനെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ. അല്ലാഹുവേ, പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകാരാ? ഈ പാപങ്ങൾ മുഴുവനും നിങ്ങൾ എവിടെ കൊണ്ട് കഴുകാനാണ്? എന്റെ പാപം പൊറുക്കാനുള്ള വഴി എന്താണ് എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാപം പൊറുക്കണോ പൊന്നുമോന്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഈ 4 വാചകങ്ങൾ പറഞ്ഞാൽ, ഈ 4 ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഇത് 4ാമത്തെ പ്രതിഫലമാണ്. ഇനി 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീതു ഇബ്രാഹീം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു യാത്ര നടത്തിയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നു. അവിടുന്ന് 7 ആകാശം കടന്ന് പടച്ച റബ്ബിന്റെ സന്നിധാനത്തിലേക്ക്, അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പ്രവാചകൻ അവിടുന്ന് കടന്നു പോയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ
ഇങ്ങനെ കടന്നു പോവുകയാണ്. ആകാശത്തിന്റെ കവാടങ്ങളിൽ പ്രവാചകന്മാര് സ്വീകരിക്കുകയാ, അവിടുന്ന് മലക്കുകൾ സ്വീകരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കടന്നു പോകുമ്പോ അതാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടുന്ന് കാണുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അവിടെ വെച്ച് കാണുകയാണ്. അവിടുന്ന് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സലാം പറയുകയാ. അവിടുന്ന് സലാം അടക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ സ്വർഗ്ഗത്തിലെ മണ്ണ് നല്ല മണ്ണാണ് നബിയേ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ മണ്ണുണ്ടല്ലോ, അത് നല്ല മണ്ണാണ്, അത് നല്ല മണ്ണാണ്. അങ്ങയുടെ സമുദായത്തിനോട് അവിടെ കൃഷി ചെയ്യാൻ പറയണേ നബിയേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, നബിയെ സ്വർഗ്ഗത്തിലെ മണ്ണ് നല്ല കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണ, സ്വർഗ്ഗത്തിലെ മണ്ണ് നല്ല കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ്. അതുകൊണ്ട് അങ്ങയുടെ സമുദായത്തിനോട് അങ്ങയുടെ സമുദായത്തിനോട് ആ സ്വർഗ്ഗത്തിൽ നല്ല കൃഷി ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെ വെച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പറഞ്ഞു കൊടുത്തു, കൃഷി ചെയ്യാനുള്ള നല്ല മണ്ണാണ്, എങ്ങനെയാണ് സ്വർഗ്ഗത്തിൽ കൃഷി ഇറക്കേണ്ടത് അവിടെ പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് സ്വർഗ്ഗത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ദിക്റാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുന്നു ഈ 4 വാചകങ്ങൾ. അത് നിസാരമായി തള്ളിക്കളയേണ്ടതല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ 4 വാചകങ്ങൾ, അതിന് കിട്ടുന്ന പ്രതിഫലം, അത് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 6ാമത്തെ പ്രതിഫലം മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ 4 വാചകങ്ങൾ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകം, ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുന്ന അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകം, ആ നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് ഈ 4 വാചകമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സമയം കിട്ടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്റുകൾ നിങ്ങൾ പറയുക, ഈ ദിക്റുകൾ നിങ്ങൾ പറയുക. ഈ ദിക്റ് പറയുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ 7ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന 7ാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹു അവന്റെ റിസ്കിൽ, അല്ലാഹു അവന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹു അവന്റെ റിസ്കില്, അവന്റെ സമ്പത്തില്, അവന്റെ കുടുംബ ജീവിതത്തില്, അവന്റെ സർവ്വ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടലിൽ പോയി മീൻ പിടിക്കുന്നവരാ നിങ്ങളിൽ അധികം പേരും. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും പറയും, ഉസ്താദേ കടലിൽ മീനില്ല, ഞങ്ങൾ പോകുന്നുണ്ട്, ഞങ്ങൾ ബോട്ടും വെള്ളവുമായി പോയിട്ട് വെറും കൈയോടുകൂടി മടങ്ങി വരുന്നു. നമ്മൾ പറയുന്നത് കടലിൽ മീനില്ല എന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, കടലിൽ മീനില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിന്റെ ഈ ബഹറിനകത്ത് മീനില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷെ നിനക്ക് റിസ്ക് കിട്ടുന്നില്ല. പലപ്പോഴും പടച്ചവൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ കടലിൽ പോയപ്പോ എല്ലാവരും ഇങ്ങനെ വലയിടുന്നു, ചിലർക്ക് മീനുണ്ട്, ചിലർക്ക് മീനില്ല. ചില ബോട്ടുകൾ പോകുന്നതിന്റെ തൊട്ടുപുറകിൽ പോകുന്നവർക്ക് മീൻ കിട്ടുന്നു. നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മുടെ റിസ്കിൽ ഒരു രോഗം വന്നപ്പോ, ലോക്ക്ഡൌൺ വന്നപ്പോ, വളരെ പ്രയാസമായപ്പോ നമ്മളൊക്കെ വല്ലാത്ത ഭീതിയിൽ, ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് മക്കളെ കെട്ടിക്കുന്നത്?
എങ്ങനെയാണ് നമ്മുടെ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്, നമുക്ക് വല്ലാത്ത പ്രയാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നത്? റിസ്കിൽ വിശാലത വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തുകൊണ്ട് എടുത്തു നോക്കുന്നില്ല? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന, ഉസ്താദന്മാരൊക്കെ പറഞ്ഞു തരുന്ന ഹദീസുകൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഈ ഇരിക്കുന്ന ഉസ്താദന്മാർ, ബഹുമാന്യനായ യഹിയ ബക്കറി ഉസ്താദ് പറഞ്ഞു, ഇവിടുത്തെ മഹല്ലിൽ 45 ഉസ്താദന്മാർ, മദ്രസയിൽ പഠിക്കുന്ന 45 ഉസ്താദന്മാർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉസ്താദന്മാർ. ഈ ഉസ്താദന്മാരുടെ ഏതെങ്കിലും ഉസ്താദിന്റെ വീട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. പള്ളിയിൽ ജോലിയുണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവര്, ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ കുടുംബം പട്ടിണി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും പട്ടിണി കിടക്കാറില്ല. പള്ളിയിലെ ഖതീബാകട്ടെ, മുഅദ്ദിനാകട്ടെ, അവരാരുടെയും വീട് പട്ടിണി കിടക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാരും വിചാരിക്കുന്നത് പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പൈസ ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനം കിട്ടൂ എന്ന് ചിന്തിക്കുന്നവരോട് അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഭയമില്ല എന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുമെന്ന്. എന്റെ ഭാര്യയും മക്കളും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഏതെങ്കിലും പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കുമെന്ന് എനിക്കൊരിക്കലും പേടിയില്ല. എനിക്ക് ജോലിയുണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും, പ്രസംഗമുണ്ടെങ്കിലും പ്രസംഗമില്ലെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ കുടുംബം മരിക്കുന്ന കാലം വരെ പട്ടിണി കിടക്കൂല. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ തരാതെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാമീൻ പറ മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിനാ പേടിക്കണ? കടലിൽ മീൻ ഉണ്ടെങ്കിലും മീനില്ലെങ്കിലും, നിനക്ക് മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിന്റെ കുടുംബം പട്ടിണി കിടക്കൂല. അള്ളാന്റെ ഖുർആൻ എടുത്തു നോക്കാത്തത് കൊണ്ടാ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഉമ്മമാര് പഠിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു. വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? അള്ളാഹു ചോദിക്കുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചുറപ്പ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, ഞാൻ തരും ഭക്ഷണം, ആർക്ക് വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും ഞാൻ ഭക്ഷണം തരും. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം അനുസരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ അള്ളാഹു പറയുന്ന ഒരു കാര്യം അനുസരിച്ചാൽ മരിക്കുന്ന കാലം വരെ തെണ്ടാൻ നടക്കണ്ട. 27-ാം രാവിനും റമദാൻ മാസത്തിലും വീടുകൾ കയറിയിറങ്ങി പിരിവിന് നടക്കണ്ട. നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ അള്ളാഹു കഴിക്കാനുള്ള ഹലാലായ ഭക്ഷണം തരും. ഹറാമ് വേണ്ട. അള്ളാഹു തൊയ്യിബാണ്. അള്ളാഹു നല്ലത് ഇഷ്ടപ്പെടുന്നുള്ളൂ. അള്ളാഹു ഒരിക്കലും നിനക്കും നിന്റെ കുടുംബത്തിനും. ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ, കുറച്ചു പൈസ ബാങ്കിൽ നിന്ന് കിട്ടി, കുറച്ചു പൈസ ഇന്നലെ എന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഉസ്താദേ, എന്റെ വീട് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് എന്റെ വീട് ഒരല്പം തകർന്നു പോയി, ഗവൺമെന്റിൽ നിന്ന് എനിക്ക് കുറച്ചു പൈസ കിട്ടി, ഉപയോഗിക്കാൻ പാടുണ്ടോ? അള്ളാഹുവേ, ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. ഇന്നത്തെ രാത്രി ഉപകാരപ്പെടണമെങ്കിൽ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹ് പറഞ്ഞ ഒരേ ഒരു കാര്യം അനുസരിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക്, കാര്യം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. മരിക്കുന്ന പൊക്കതാത്തമാരെ, മരിക്കുന്ന കാലം വരെ ആരുടെ മുന്നിലും കൈനീട്ടേണ്ട. മക്കളെ കെട്ടിക്കാൻ, വീട് വെക്കാൻ, മരുന്ന് വാങ്ങാൻ ഒരിക്കലും കൈവെക്കേണ്ട ഗതി വരൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാണ്, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അതിന് പൈസ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്കമൊഴിയണ്ട, ഒരു ദുരിതവും അനുഭവിക്കണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, നല്ലതുപോലെ കേട്ടോ. ഒരുപാട് മുസ്ലിമീങ്ങളെ താമസിക്കുന്ന നാടാണ് ഈ നാട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് നല്ലതുപോലെ കേട്ടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറഞ്ഞു തരികയാ, ഈ പറയുന്ന ഒരേ ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു പറയുകയാണ്, ഏത് സൂറത്താണ്? സൂറത്തു ത്വാഹ.
സൂറത്തു താഹ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് താഹയുടെ ഏറ്റവും അവസാനത്തെ പേജ് നിങ്ങൾ എടുത്തു നോക്കൂ. അല്ലാഹു പറയുകയാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, നീയും നിന്റെ കുടുംബവും ഒരു നന്മ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ വീടിനകത്ത് പട്ടിണി ഉണ്ടാകില്ല. അള്ളാഹു പറയുകയാണ്, ഈ വിഴിഞ്ഞം പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. മനോഹരമായ രീതിയിൽ 5 നേരം അള്ളാഹുവിന്റെ ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏത് വീടാണോ, ഏത് കുടുംബമാണോ 5 നേരം നിസ്കരിക്കുന്നത്, അവർക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം കൊടുക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, രാഷ്ട്രീയക്കാരനല്ല അള്ളാഹു പറഞ്ഞ വാക്കുമാറ്റാൻ. അള്ളാഹു പറയുകയാണ്, മരിക്കുന്ന കാലം വരെ ഞാൻ തരും. അള്ളാഹു ചോദിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അവിടെ നിന്ന് ചോദിക്കുകയാ, ലാ നസ്അലുക റിസ്ഖാ. അള്ളാഹു പറയുന്നു, എടാ റിസ്ഖ് ഉണ്ടാക്കുന്നവൻ നീയല്ല. നീ വിചാരിക്കും നീ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് നിനക്ക് ഭക്ഷണം കിട്ടുന്നത്, നിനക്ക് പൈസ കിട്ടുന്നത്, അതുകൊണ്ടാണ് നിന്റെ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നത് എന്നൊരു ധാരണ നിന്റെ തെറ്റാ. ഈ പള്ളിയുടെ മുന്നിലും ഈ പള്ളിയുടെ പരിസരത്തും ഇരുന്നിട്ട്, കടയ്ക്കകത്തും വീടിനകത്തിരുന്നിട്ടും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. വീട്ടിൽ വെറുതെ ചുമ്മാതിരുന്നാലും എന്റെ ഉമ്മമാർക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ അള്ളാഹു പറയുകയാ, ഞാനാണ് റബ്ബ്, ഞാനാണ് റാസിഖ്, ഞാനാണ് ഭക്ഷണം തരുന്നവൻ. 5 നേരം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിച്ചാൽ, ജോലിയുണ്ടെങ്കിലും ജോലിയില്ലെങ്കിലും, കടലിൽ പോയിട്ട് മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിനക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് ഉമ്മമാർ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണ് ഉമ്മമാര് പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ രാവിലെ സുബഹിക്ക് കിടന്നുറങ്ങുമ്പോൾ മകന്റെ അടുക്കൽ പോയി ഇരുന്നിട്ട് ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതി കൊടുക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകൻ സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങുമ്പോൾ മകന്റെ അടുക്കൽ പോയി ഇരുന്നിട്ട് പറയും, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും എന്ന് പറയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഉസ്താദിനോട് പറയും, ഉസ്താദ് വീട്ടിൽ ബറക്കത്തില്ല. നമ്മളെല്ലാവരും പറയും, ഉസ്താദ് ബറക്കത്തില്ല. ആ ബറക്കത്തില്ലാതെ ആ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീടിനകത്ത് തന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കുവാൻ, തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഒരു വടി വെട്ടിവെച്ചിട്ടുണ്ടോ, അള്ളാഹു ആ വീട്ടുകാർക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി നിസ്കരിക്കാത്തവൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. എന്റെ പ്രിയപ്പെട്ടവരെ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? ഒന്ന് പറയടോ, എന്ത് ചെയ്യണം? തല്ലണം. എടാ, 7 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്ന് ആദ്യം പഠിപ്പിക്കുന്നേ. എങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടെങ്കിൽ എന്ന് കൈപൊക്കിക്കും. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലി ഏതെങ്കിലും ഒരു വാപ്പയുണ്ടോ? പക്ഷെ സ്കൂളിൽ പോയില്ലെങ്കിൽ തല്ലും, ട്യൂഷന് പോയില്ലെങ്കിൽ തല്ലും, പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ തല്ലും. നിങ്ങൾ ചിന്തിക്ക്, തല്ലണ്ട സ്ഥലത്ത് നമ്മൾ തല്ലൂല. പെങ്ങളെ, നിന്റെ വീടിനകത്ത് ബറക്കത്ത് വേണോ? ഒരു കമ്പ് നിന്റെ വീട്ടിൽ വെട്ടിവെക്ക്. നീ പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കമ്പ് നിങ്ങളുടെ വീടിനകത്ത് എടുത്തു വെക്ക്. നിങ്ങളുടെ മക്കളെ നന്നാക്കാൻ നിങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ
വെറുതെയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗം കൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാണ് ഈമാനോടുകൂടി മരിക്കണമെന്ന്. ഈമാനോടുകൂടി മരിക്കണമെന്ന് ഈ വിടിഞ്ഞം പള്ളിയിലെ പലരെയും വെള്ളിയാഴ്ച ദിവസം കൊണ്ടുവെക്കുമല്ലോ. അല്ലാഹുവേ, ചിലരൊക്കെ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരു ഷഹീദിനെ പോലെ മരിക്കുന്നത് കാണുമ്പോ നമുക്കൊക്കെ വല്ലാത്ത അത്ഭുതമാണ്. നമ്മളൊക്കെ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഒരു നല്ല മരണം തരണേ അല്ലാഹ്. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നല്ല മരണം നിങ്ങൾക്ക് വേണോ? ഒരു നല്ല മരണം നിങ്ങൾക്ക് വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, നല്ല മരണം നിങ്ങൾക്ക് വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ്സലാ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും ആ വിളിക്ക് ഉത്തരം നൽകിയ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് നിസ്കരിക്കാൻ കഴിയുമോ? അങ്ങനെയാ 5 നേരത്തെ നിസ്കാരം നീ കൃത്യമായി നിസ്കരിച്ച അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിരിയുന്നതിന് മുമ്പ് അവസാനമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത് അവിടുന്ന് നമസ്കാരത്തെ കുറിച്ച്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മോനെ, സ്വർഗം വേണോ? നാളെ മുത്തുനബിയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ബിൻ അസ്ലം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ട്. റബീഅത്ത് ബിൻ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു രാത്രിയിൽ അവിടുന്ന് കഴിച്ചു കൂട്ടുകയാണ്. ഒരു യാത്രയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടു പാതിരാത്രി പുതുപെടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പുതുപെടുക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് വെള്ളവുമായിട്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് അവിടുന്ന് വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോ പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവേ, രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞ് എനിക്ക് വേണ്ടി കാത്തിരുന്നവനാ, എന്തൊരു സ്നേഹമാണ് പടച്ചവര്, എന്നോടെന്ത് സ്നേഹമാണ് പടച്ചവര്. ആ ചെറുപ്പക്കാരനടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, റബിയ, നിനക്കെന്ത് വേണം റബിയ? നിനക്കെന്ത് വേണം റബിയ? എന്നെ വല്ലാത്ത ഇഷ്ടമാണല്ലോ, എന്നോട് വല്ലാത്ത സ്നേഹമാണല്ലോ, എന്ത് വേണമെങ്കിലും നീ ചോദിക്കേ, എന്ത് വേണമെങ്കിലും നീ ചോദിക്കേ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ചോദിക്കുന്നത്. ആ സമയത്ത് റബീഅത്ത് ബിൻ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചത് എന്തെന്നറിയുവോ? അസ്അലുക മുറാഫതക ഫിൽ ജന്ന.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കണോ, പ്രവാചകന്റെ കൂടെ നടക്കണോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടക്കണോ? റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ, എനിക്ക് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, റബിയ, വേറെ എന്തെങ്കിലും നിനക്ക് വേണോ? വേറെ എന്തെങ്കിലും ചോദിക്കൂ റബിയ. റബിയ പറഞ്ഞു, വേണ്ട ഒന്നും എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ, എനിക്ക് സ്വർഗ്ഗം മതി നബിയേ, എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് വേണം നബിയേ, അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റബിയ, സുജൂദ് അധികരിപ്പിക്കു റബിയ.